ഇറ്റലി ടീം 2026 2020 ലോകകപ്പിന് യോഗ്യത നേടിയ കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. അതിന് പുറകിൽ ഒരു കഥ കൂടിയുണ്ട്. ജോയ് ബേൺസ് ഓസ്ട്രേലിയൻ ക്രിക്കറ്ററായിരുന്നു. അദ്ദേഹത്തിന് അറിയാത്തവർ കുറവായിരിക്കും. കാരണം ഓസ്ട്രേലിയക്ക് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ബിഗ് ബാഷ് ലീഗിലും മെൽബൺ സ്റ്റാർസിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓസ്ട്രേലിയൻ കരിയർ ഏകദേശം കഴിഞ്ഞ 2024 തീരെയാണ്. അദ്ദേഹം ഓസ്ട്രേലിയക്ക് വേണ്ടി കളിച്ച് തുടങ്ങുന്ന സമയത്ത് വലിയൊരു സ്റ്റാർ ആകുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് 34-ാമത്തെ വയസ്സാകുമ്പോഴേക്കും അദ്ദേഹത്തിന് ഡൊമസ്റ്റിക് ടീമായിട്ടുള്ള ക്യൂൻസ്ലാൻഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ട് കാരണം പുറത്താക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ഏകദേശം ആ ഒരു സമയത്ത് അവസാനിക്കുകയാണ്. ജോയ് ബേൺസിൻ്റെ സഹോദരനായിട്ടുള്ള ഡൊമിനിക് ബേൺസും ഇവരുടെ അമ്മ ഇറ്റലി രാജ്യ പൗരയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ അവരുടെ മെറ്റേണിറ്റി ലൈൻ വരുന്നത് ഇറ്റലിയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൊമിനിക് ബേൺസ് ഇറ്റലി ക്രിക്കറ്റ് ടീമിന് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ജോയ് ബേൺസിൻ്റെ സഹോദരനായിട്ടുള്ള ഡൊമിനിക് ബേൺസ് ഇറ്റലി ടീമിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറ്റലി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ടീമിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം 2024 മരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് എമോഷണലായിട്ട് ജോയ് ബേൺസിനെ ബാധിക്കുന്നുണ്ട്. ജോയ് ബേൺസ് സഹോദരൻ്റെ ഒരു ലോവർ ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ജേഴ്സി ഇൻസ്റ്റാഗ്രാമിലൊരു ചിത്രം ഇട്ടിട്ട് ഇത് ഒരു ജേഴ്സി മാത്രമല്ല, ഇതെൻ്റെ സഹോദരൻ്റെ സ്വപ്നമാണ്. ഇറ്റലി എന്ന ടീമിന് വേണ്ടി കളിക്കുക എന്നുള്ള സഹോദരൻ്റെ സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇറ്റലി ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുകയാണെന്ന് ജോയ് ബേൺസ് പ്രഖ്യാപിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ. എന്നിട്ട് അദ്ദേഹം ഇറ്റലി ടീമിൽ ജോയിൻ ചെയ്യുന്നു. ഇറ്റലി ടീമിൽ ജോയിൻ ചെയ്ത ശേഷം ഇറ്റലി ടീമിൻ്റെ ക്യാപ്റ്റനാവുകയാണ്. ക്യാപ്റ്റനായ ശേഷം അദ്ദേഹം ഇറ്റലി ടീമിൻ്റെ ടോട്ടൽ അവരുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റി. ഇതുവരെ ഒരിക്കൽ പോലും 2020 ലോകകപ്പിൻ്റെ അടുത്തുപോലും എത്താത്ത ആൾക്കാരെ അവരുടെ മൊത്തത്തിൽ മൈൻഡ് സെറ്റ് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അതായത് ടോപ്പ് സ്കോറാണ് അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ. കൂടാതെ ഒരുപാട് പേരുടെ പെർഫോമൻസും കാരണം ഇറ്റലി ടീം അവസാനം 2020 ലോകകപ്പിന് യോഗ്യത നേടാണ്. ഈ ഒരു നേട്ടം ജോയ് ബേൺസ് സമർപ്പിക്കുന്നത് തൻ്റെ സഹോദരനായിട്ടുള്ള മരിച്ചുപോയ ഡൊമിനിക് ബേൺസിന് തന്നെയാണ്. നല്ലൊരു കഥ തന്നെയല്ലേ, അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്പിറേഷൻ സ്റ്റോറി തന്നെയല്ലേ. നോക്കുക, സ്വന്തം സഹോദരന് വേണ്ടിയിട്ട് സ്വന്തം സഹോദരൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇറ്റലി ക്രിക്കറ്റ് ടീമിന് വേണ്ടിയിട്ട് ജോയ് ബേൺസ് കളിക്കാൻ ഇറങ്ങുകയാണ്. ഇന്ന് അദ്ദേഹം ഇറ്റലി ക്രിക്കറ്റ് ടീമിന് എത്തിപ്പെടാൻ പറ്റുന്ന ആദ്യത്തെ ക്രിക്കറ്റിലെ ഏറ്റവും ആദ്യത്തെ വലിയ സ്റ്റേജായിട്ടുള്ള 2020 ലോകകപ്പ് യോഗ്യത നേടിക്കൊടുത്തിരിക്കുകയാണ്. ഇതൊരു വലിയൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി.